ഹായ് ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ട്രൈ പ്രിഫിക്സ് ട്രീ. അപ്പോൾ ആദ്യം ഈ ട്രൈ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വിക്കിപീഡിയയിൽ പറയുന്നത് ട്രൈ ഇസ് എ digital tree or prefix tree. It is a specialized search tree data structure used to store and retrieve strings from a dictionary or set. Okay, unlike a binary search tree, nodes in a trie do not store their associated key. Okay, instead, each node's position within trie determines its associated key with the conditions between nodes defined by individual characters rather than the entire key. So, നമുക്ക് ഈ ട്രൈ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ ഈ വേർഡ്സിനെ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിഫിക്സ് ആയിട്ടുള്ള ഇതിന്റെ സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യാനാണ് ഈ ട്രൈ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബൈനറി സെർച്ച് ട്രീ അല്ലെങ്കിൽ ബൈനറി ട്രീ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അഗെയിൻ എ ബൈനറി ട്രീ where the numbers to the left of a node are lesser and number to the right of the node is greater. അപ്പോൾ അങ്ങനെ ഒരു സോർട്ടഡ് ആയിട്ടുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് BST എന്ന് പറയുന്നത്, ബൈനറി സെർച്ച്. പക്ഷെ ട്രൈ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ആപ്ലിക്കേഷൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ടെക്സ്റ്റ് സെർച്ച്, സോർട്ടിംഗ് ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് സെർച്ച്, ഫുൾ ടെക്സ്റ്റ് സെർച്ച്. അതായത് ഈ വെബ് സെർച്ച് എൻജിൻസ് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ, നമുക്ക് ഗൂഗിളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ സെർച്ച് ചെയ്യാം കാർ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്ക് പല പല ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ബൈക്ക് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബൈക്ക് അങ്ങനെ പല പല ഓപ്ഷൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓക്കെ, സോ അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന്റെ സഫിക്സ്, അതായത് ഇപ്പൊ കാറിന് സെർച്ച് ചെയ്യുമ്പോൾ കാറ് സഫിക്സ് ആയിട്ടുള്ള വേർഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള അങ്ങനത്തെ വേർഡ്സിന് പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ട്രൈ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മള് ഒരു അറയിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ലോട്ട് ഓഫ് വേർഡ്സ് ഉണ്ട്, നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ സോർട്ട് ചെയ്ത് അതിനെ സെർച്ച് ചെയ്തൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഏറ്റവും വേഴ്സ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ഈവൻ ബെസ്റ്റ് കേസ് എന്ന് പറയുന്ന പോലും ബിഗ് ഓഫ് എന്നിൽ നമുക്ക് കിട്ടത്തില്ല. സോർട്ട് ചെയ്യാൻ തന്നെ ലോഗിൻ വരും, എൻ ലോഗിൻ വരും, പിന്നെ സെർച്ച് ചെയ്യാൻ ബൈനറി സെർച്ച് ആണെങ്കിൽ ലോഗിൻ വരും. അപ്പൊ അത് തന്നെ വലിയൊരു ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും. അപ്പൊ ബിഗ് ഓഫ് എന്നിൽ കിട്ടുന്ന ഈ സെർച്ച്, ഇൻസെർട്ട്, ഡിലീറ്റ് എല്ലാം ഇങ്ങനെ വേർഡ്സിന്, പ്രിഫിക്സ് ആയിട്ടുള്ള വേർഡ്സിന് സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ട്രൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ യൂസ് കേസസ് ഇങ്ങനെ വളരെ സ്പെസിഫിക് ആണ്, പക്ഷെ ഇങ്ങനത്തെ യൂസ് കേസസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ വേർഡ്സ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ട്രീ പോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, പക്ഷെ ഒരു റൂട്ട് നോഡ് കാണും. ഇത് ബൈനറി ട്രീ അല്ല, കാരണം ഇതിന് മോർ ദാൻ 2 ചിൽഡ്രൻസ് കാണും. എത്ര വേണമെങ്കിലും ചിൽഡ്രൻസ് കാണാം. ഓക്കെ, വേർഡ്സ് അനുസരിച്ച് എത്ര ചിൽഡ്രൻസ് വേണമെങ്കിലും കാണാം. ആൻഡ് നമ്മൾ റൂട്ട് ചെയ്യുന്ന നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുന്നതിന് നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ചിൽ പോയി നെക്സ്റ്റ് ചൈൽഡ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് പ്രീഫിക്സ് സെയിം ആയിട്ടുള്ള, ഇപ്പൊ TE കഴിഞ്ഞിട്ട് ഇവിടെ TEA ഉണ്ട്, TD ഉണ്ട്, TN ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും TE ഉള്ള ഒരു വേർഡ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബ്രാഞ്ചിൽ കയറി ഇപ്പൊ TEA എന്നിട്ട് L സെർച്ച് ചെയ്യാൻ Tയിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ബ്രാഞ്ചിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും യൂസറിന് അങ്ങനെ ഒരു വേർഡ് സെർച്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ഡയറക്റ്റ് പാത്തിൽ കൂടെ പോയാൽ മതി, റാദർ ദാൻ സെർച്ചിങ് എവറി വേർഡ്. അതാണ് ഈ ഒരു ട്രൈ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് ഓഫ് എന്നിൽ ആ വേർഡിന്റെ ലെങ്ത്തിൽ തന്നെ ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, സോ അതാണ് ട്രൈ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് അതിന് നമുക്ക് ഈ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇൻസേർട്ട്, സെർച്ച്, സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറഞ്ഞ 3 ഫങ്ഷൻസ് ആ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കോഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് അത് ഡ്രൈ റൺ ചെയ്യാം. ഓക്കെ, സോ ആദ്യമേ ഇതിന്റെ ഓരോ നോഡിനെയും നമുക്ക് എന്ത് സ്ട്രക്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊരു ക്ലാസ് വെക്കാം ഇതിന്റെ നോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ട്രൈ നോഡ് എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ആ ക്ലാസ്സിന്റെ അകത്ത് നമുക്കൊരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് അതിന്റെ ചിൽഡ്രനെ സ്റ്റോർ ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ അതെന്തായിരിക്കും, അതൊരു മാപ്പിൽ നമുക്ക് ചിൽഡ്രനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതേപോലെ പിന്നെ ദിസ് ഡോട്ട് ഒരു വേർഡ് എൻഡായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫ്ലാഗ് നമുക്ക് വെക്കണം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സെർച്ചിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഫ്ലാഗ് വെക്കുന്നത്. കറക്റ്റ് സെർച്ച് ആയി കഴിഞ്ഞിട്ടുണ്ട്, ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് നോഡ് നമ്മൾ ട്രൂ ആക്കി വെക്കുന്നു, എൻഡ് ഓഫ് വേർഡ്. അപ്പൊ അതിനാണ് ആ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഇനി നമ്മൾ ചെയ്യുന്നത് ദിസ് ഡോട്ട് എൻഡ് ഓഫ് ഓക്കെ. നമുക്ക് ഇനി ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുവാണ്, ട്രൈ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുവാണ്. നമുക്ക് ഫസ്റ്റ് ഒരു റൂട്ട് നോഡ് വേണം. അപ്പൊ റൂട്ട് നോഡ് ഇസ് ഈക്വൽ ടു ഈ ട്രൈ നോഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നോഡ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് നോഡ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു റൂട്ട്. ഓക്കെ, അത് ട്രൈ നോഡാണ്. ഓരോ നോഡിനും ചിൽഡ്രനും എൻഡ് ഓഫ് വേർഡും ഉണ്ട്. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡ് ഈ ട്രൈയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കറണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഈ റൂട്ടിന് നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ഇതിനെ ഐട്രേറ്റ് ചെയ്യണം ആയതുകൊണ്ട്. ആൻഡ് നമ്മൾ ഈ വേർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട വേർഡിൽ കൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറണ്ട് ഡോട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു മാപ്പ് ഉണ്ടല്ലേ, ആ മാപ്പിന്റെ അകത്തോട്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം, ഇഫ് നോട്ട് കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് ഹാസ് സി എച്ച്, ഈ ക്യാരക്ടർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് സെറ്റ് സി എച്ച് കോമ ന്യൂ ട്രൈ നോഡ്, അതായത് ആ ക്യാരക്ടറിന് വേണ്ടി ഒരു ട്രൈ നോഡ് നമ്മൾ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കറണ്ട് ഇസ് ഈക്വൽ ടു അതിനെ ഇൻക്രിമെന്റ് ചെയ്യുക, കറണ്ട് നോഡിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുക, കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് ഗെറ്റ് സി എച്ച്, അതായത് കറണ്ടിനെ നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു ലൂപ്പ് വേർഡ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ കറണ്ട് ഡോട്ട് ചിൽഡ്രനിലോട്ട് നമ്മൾ ഓരോ നോട്ട്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ആൻഡ് നമ്മൾ ഈ ലാസ്റ്റ് ഇട്ട് ഈ ഫ്ലാഗ് നമ്മളെ ഈ ലൂപ്പ് കഴിയുമ്പോഴത്തേക്ക് വേർഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ലാസ്റ്റ് ലെറ്ററിലോട്ട് നമ്മൾ അതിന്റെ എൻഡ് ഓഫ് വേർഡ് കറണ്ട് ഡോട്ട് എൻഡ് ഓഫ് വേർഡ് എന്ന് പറയുന്ന ഫ്ലാഗ് നമ്മൾ ട്രൂ ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇൻസേർട്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യണം നമ്മൾ ഇനി. ഓക്കെ, അപ്പോൾ ഈ വേർഡിന്റെ അകത്ത് ഇനി നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇനി ചെയ്യാനുള്ളത് യെസ്, അപ്പോൾ ഇതിന്റെ അകത്ത് ഇനി നമുക്ക് ഈ വേർഡിന്റെ അകത്ത് സെർച്ച് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ കറണ്ടിനെ റൂട്ടിലോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ലൂപ്പ് റൺ ചെയ്യാം. ഫോർ സി എച്ച് ഓഫ് വേർഡ് എന്ന് പറഞ്ഞ് ലൂപ്പ് റൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സെർച്ച് ആയതുകൊണ്ട് ഈ നേരത്തെ ഇൻസേർട്ട് പോലെ തന്നെ ആയിരിക്കും ലോജിക്ക്. നമ്മൾ ഈ മാപ്പിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്യുവാണ് അല്ലെ, ഡോട്ട് ഹാസ് സി എച്ച്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ചിൽഡ്രൻ്റെ അകത്ത് ഈ സി എച്ച് ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് നേരെ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതായത് ആ ക്യാരക്ടർ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് ഇസ് ഈക്വൽ ടു അല്ല, നമുക്ക് ആ വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് കറണ്ടിനെ നമ്മൾ ടെക്സ്റ്റിലോട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ലെറ്ററിൽ നമ്മൾ ഈ ഒരു എൻഡ് ഓഫ് വേർഡ് ട്രൂ ആക്കിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് എൻഡ് ഓഫ് വേർഡ് ട്രൂ ആണെങ്കിലാണ് നമുക്ക് ഇത് ട്രൂ എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് ആ ഒരു ബൂലിയൻ നമ്മൾ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതാണ് സെർച്ച്. അതായത് നമ്മൾ ആ ഒരു വേർഡിനെ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് ഫുൾ വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഇപ്പൊ APP ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ആപ്പിൾ ആണ് ഇൻസേർട്ട് ചെയ്തത്, അപ്പൊ നമ്മൾ അത് ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഉള്ള എന്താണ് സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ്ലി ഇൻസേർട്ടഡ് സ്ട്രിങ് അതിന്റെ ഒരു പ്രീഫിക്സ് ഉണ്ടെങ്കിലാണ്. നമുക്ക് ഇവിടെ ഒരു പ്രീഫിക്സ് ആണ് തന്നിരിക്കുന്നത്, ആ പ്രീഫിക്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് സെർച്ച് APP നോക്കുമ്പോൾ ഫോൾസ് റിട്ടേൺ ചെയ്തു, പക്ഷെ സ്റ്റാർട്ട്സ് വിത്ത് APP ഇറ്റ് മേക്ക് സെൻസ് ട്രൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. കാരണം ആപ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് APP കാണും. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഈ കോഡ് തന്നെ എടുക്കാം. ആൻഡ് ഇവിടെ നമ്മുടെ CH ഓഫ് വേർഡിന് പകരം ഈ പ്രീഫിക്സ് ആണ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ ആ വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാരക്ടർ പ്രീഫിക്സ് ഫുള്ള് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഈ ഒരു ലോജിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കറണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. അതിന്റെ നമുക്ക് എൻഡ് ഓഫ് വേർഡ് വേണ്ട, പ്രീഫിക്സ് ആയതുകൊണ്ട് നമ്മൾ ആ പ്രീഫിക്സ് ഫുൾ ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി ഒന്ന് ഡ്രൈ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രൈ നോഡില് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു റൂട്ട് നോഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളൊരു റൂട്ട് നോഡ് നമ്മൾ എഴുതുന്നു.
ന്യൂ ട്രൈ നോഡ്. അതിൻ്റെ അകത്ത് ചിൽഡ്രനും എൻഡ് ഓഫ് വേർഡ് എന്നും പറഞ്ഞ് രണ്ട് എലമെന്റ്സ് ഉണ്ട്. അതായത് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു മാപ്പാണ്. ഓക്കെ, ചിൽഡ്രൻ ഉണ്ട്, അതൊരു മാപ്പാണ്. ഓക്കെ, ആൻഡ് നമുക്കൊരു എൻഡ് ഓഫ് വേർഡ് ഉണ്ട്. എൻഡ് ഓഫ് വേർഡ് എന്ന് പറയുന്നത് ഒരു ബൂലിയനാണ്. ഓക്കെ, അപ്പൊ ഓരോ നോഡിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോറും നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ കാണും. അപ്പൊ ആദ്യം ഇൻസേർട്ട് നോക്കാം. അപ്പൊ ഇൻസേർട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആപ്പിൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇനിഷ്യലി ആപ്പിൾ വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സി എച്ച് ഓഫ് വേർഡ്, അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് റൂട്ടിലോട്ട് കറണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ എടുത്തു വെക്കുന്നു ഈ റൂട്ടിലോട്ട്. ഇതാണ് റൂട്ട്. ഓക്കെ, റൂട്ടാണ്, അതിലോട്ട് നമ്മൾ കറണ്ട് എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്യുന്നു. ആൻഡ് സി എച്ച് ഓഫ് വേർഡ് നമ്മൾ ഫസ്റ്റ് എ വരുന്നു. അപ്പൊ നമ്മൾ നോക്കുന്നു കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് ഹാസ് സി എച്ച്. ഇനിഷ്യലി ചിൽഡ്രൻ എം ടി ആണ്, അപ്പൊ അതിലില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് സെറ്റ് സി എച്ച് എന്ന് പറയുന്നത് ഒരു ട്രൈനോഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, കറണ്ട് ഡോട്ട് ചിൽഡ്രൻ, അപ്പൊ കറണ്ട് ഡോട്ട് ചിൽഡ്രൻ്റെ അകത്ത് നമ്മള് സി എച്ച് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ റൂട്ടാണ്. ആൻഡ് അതിന്റെ നെക്സ്റ്റ് കറണ്ട് ഡോട്ട് ചിൽഡ്രൻ. ഓക്കെ, കറണ്ട് ഡോട്ട് ചിൽഡ്രൻ്റെ അകത്ത് നമ്മൾ ക്യാരക്ടറും ഒരു ട്രൈനോടും സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ചിൽഡ്രൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ, അതായത് എങ്ങനെ വരുന്നു, ഇത് എയും ഒരു വീണ്ടും ഒരു ട്രൈനോട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ട്രൈനോട് സെറ്റ് ചെയ്യുന്നു. ട്രൈനോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു സാധനം തന്നെയാണ് വരുന്നത്, ചിൽഡ്രനും എൻഡും വരുന്നു. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചിൽഡ്രനെ സെറ്റ് ചെയ്തു. ഓക്കെ, അത് എന്റെ കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് ഡോട്ട് ചിൽഡ്രൻ ഡോട്ട് ഗെറ്റ് സി എച്ച്. അപ്പൊ ആ ഒരു ഇതിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ കറണ്ടിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് എ പി വരുന്നു. പി വരുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അതിന്റെ ചിൽഡ്രനിലോട്ട് കറണ്ട് ഡോട്ട് ചിൽഡ്രനിലോട്ട് നമ്മൾ വീണ്ടും ഒരു ട്രൈനോട് സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ട്രൈനോട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് കറണ്ടിനെ നമ്മൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു. സിമിലർലി വീണ്ടും ഇതിന്റെ ചിൽഡ്രൻ നോക്കുമ്പോൾ ഇതിന്റെ ചിൽഡ്രനും എം ടി ആണ്. അപ്പൊ വീണ്ടും ഒരു പി വരുന്നു. ഓക്കെ, സിമിലർലി കറണ്ട് ഇൻക്രിമെന്റ് ആവുന്നു. പിന്നെ എന്ത് പറ്റുന്നു, പിന്നെ ഒരു എൽ വരുന്നു, പിന്നെ ഒരു ഇ വരുന്നു. ഓക്കെ, എ പി പി എൽ ഇ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഇൻക്രിമെന്റ് ആയി ഇവിടെ കറണ്ട് വരും. ഓക്കെ, എന്നിട്ട് പിന്നെ ഇവിടെ കറണ്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വേർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ എൻഡ് ഓഫ് വേർഡ് നമ്മൾ ട്രൂ എന്ന് മാർക്ക് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം മനസ്സിലാക്കാനും വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എൻഡ് ഓഫ് വേർഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ട്രൂ എന്ന് മാർക്ക് ചെയ്തു. ബാക്കി എല്ലാത്തിലും ഈ ബൂലിയൻ ഫോൾസ് ആണ് എൻഡ് ഓഫ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ത് ഓപ്പറേഷൻ ആണെന്ന് നോക്കാം. അപ്പൊ സെർച്ച് ഉണ്ട്. സെർച്ച് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് സെർച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ സെർച്ച് വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക്, ഓക്കെ, സെർച്ച് വരുമ്പോഴത്തേക്ക് കറണ്ട് ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് റൂട്ട് സി എച്ച് ഓഫ് വേർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെർച്ച് ചെയ്യുന്നു. അപ്പൊ റൂട്ടിൽ നിന്ന് കറണ്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോ വേർഡ് എടുക്കുന്നു, സി എച്ച് എടുക്കുന്നു. സി എച്ച് ഓഫ് വേർഡ് നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് എ വരുന്നു. കറണ്ട് ഡോട്ട് ചിൽഡ്രൻ്റെ അകത്ത് എ ഉണ്ടോ? ഉണ്ട്. അപ്പൊ എ ഉണ്ട്. പിന്നെ വീണ്ടും നമ്മൾ കറണ്ടിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു. വീണ്ടും അതിന്റെ ചിൽഡ്രൻ നോക്കുന്നു, പി ഉണ്ട്. അങ്ങനെ ഇത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് വരെ എത്തുന്നു. ആൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് വേർഡ് ഉണ്ട്, അതും ട്രൂ ആണ്. അപ്പൊ ആ ട്രൂ നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്തു. പക്ഷെ അതേസമയം ഇത് വേറെ ഏതെങ്കിലും വേർഡ് ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആ വേർഡ് ഇല്ല, അത് കഴിഞ്ഞിട്ട് ഈ ബ്രാഞ്ചിലോട്ട് പോയാൽ അതിന്റെ ചിൽഡ്രനിൽ ആ വേർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാക്ക് ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ എ പി പി എൽ ഇ ഉണ്ട്. എ പി പി എൽ വൈ അപ്ലൈ എന്ന് പറയുന്ന ഒരു വാക്കാണുള്ളെങ്കിൽ എല്ലിന്റെ ഇവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്തിട്ട് നമ്മൾ വൈ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ട്രെയിനോട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് വാക്കായി. അപ്പൊ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇത്രയും പ്രീഫിക്സ് സിമിലർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒറ്റ പാത്തേനെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് വർക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്താണ് എടുക്കുന്നത്. ആൻഡ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ആ എൻഡ് ഓഫ് വേർഡ് എന്താണോ അത് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് വരുമ്പോഴത്തേക്കും ഇതേ സെയിം തന്നെയാണ്, എ പി പി ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ എ പി പി ആ പ്രീഫിക്സിൽ ഉള്ളത് വരെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ആൻഡ് ഇല്ലെങ്കിൽ മാത്രം നമ്മളിപ്പോ എ ബി സി എന്നാണെങ്കിൽ ഇവിടെ നിന്ന് ബി ഇല്ല, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ അതുണ്ടെങ്കിൽ ഇവിടെ എത്തി ട്രൂ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് എൻഡ് ഓഫ് വേർഡിന്റെ ആവശ്യമില്ല, ഈ ട്രൂ നമ്മൾ നേരെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഒരു ഡ്രൈ റൺ എന്ന് പറയുന്നത്. ഓക്കെ, യാ, താങ്ക് യു.